ക്രിസ്തുമസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ ഇന്നും തെളിവെടുപ്പ് നടക്കും. 4-ാം പ്രതി അബ്ദുൾ നാസറുമായാണ് തെളിവെടുപ്പ് നടത്തുക. വിവരങ്ങളുമായി അഭിന പി ചിറക്കൽ ചെയ്യുന്നുണ്ട്. അഭിന, പ്രതികളുടെ തെളിവെടുപ്പ് ഇന്നും പുരോഗമിക്കുകയാണ്. ആ തെളിവെടുപ്പ് പുരോഗമിക്കുന്നതിനിടയിലാണ് വാഗ്ദാനവുമായിട്ട് ഇന്നലെ MS സൊല്യൂഷൻസ് വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും വീണ്ടും ഒരു വാഗ്ദാനവുമായി MS സൊല്യൂഷൻ രംഗത്തെത്തുമ്പോൾ ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ക്രൈംബ്രാഞ്ച് വലിയ ആശങ്കയിലായിരിക്കുകയാണ് എന്നുള്ളത് മാത്രമല്ല, ഒരു ആശയക്കുഴപ്പം തന്നെ സൃഷ്ടിക്കുകയാണ് MS സൊല്യൂഷൻ ചെയ്യുന്നത് എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇന്ന് തെളിവെടുപ്പ് കഴിഞ്ഞ ദിവസം ഷുഹൈബുമായി തെളിവെടുപ്പ് നടത്തിയിരുന്നു. MS സൊല്യൂഷൻ സ്ഥാപനത്തിലെത്തി. അതോടൊപ്പം തന്നെ 4-ാം പ്രതിയായിരിക്കുന്ന അബ്ദുൾ നാസർ മേൽമുറി സ്കൂളിലെ പ്യൂണാണ്. അദ്ദേഹമാണ് ഇത്തരത്തിൽ ചോദ്യപേപ്പർ ചോർത്തി നൽകിയത് എന്നുള്ളത് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഇന്ന് അബ്ദുൾ നാസറുമായി തെളിവെടുപ്പ് മേൽമുറി സ്ഥാപനത്തിലെത്തി വീണ്ടും തെളിവെടുപ്പ് നടത്തുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് MS സൊല്യൂഷൻ വീണ്ടും 199 രൂപ നൽകിയാൽ നിങ്ങൾ വിജയിക്കും, A+ ഷുവറാണ് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീണ്ടും പരസ്യവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പോസ്റ്ററുകളിലെല്ലാം തന്നെ ഉപയോഗിച്ചിരിക്കുന്നത് ഷുഹൈബിന്റെ ഫോട്ടോകളാണ് എന്നുള്ളതും അതും വളരെ ശ്രദ്ധേയമായതും അതുപോലെ തന്നെ ഏറെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇത്തരത്തിൽ ക്രൈംബ്രാഞ്ചിനെയും അതുപോലെ തന്നെ എല്ലാവരെയും വെല്ലുവിളിക്കുന്ന രീതിയിൽ തന്നെയാണ് MS സൊല്യൂഷൻ വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത് എന്ന് തന്നെയാണ്. ഒട്ടും ആത്മവിശ്വാസം കുറയുന്നില്ല, വീര്യവും കുറയുന്നില്ല. MS സൊല്യൂഷൻ വീണ്ടും മുന്നോട്ട് തന്നെ കുതിക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ നീക്കങ്ങളെല്ലാം തന്നെ നടത്തുന്നത്. അതോടൊപ്പം തന്നെ നമ്മളും MS സൊല്യൂഷനുമായി ബന്ധപ്പെട്ടപ്പോഴും MS സൊല്യൂഷൻ പറയുന്നത് നിങ്ങൾക്ക് A+ ഷുവറാണ് അല്ലെങ്കിൽ A+ ലഭിക്കും എന്നുള്ള തരത്തിൽ തന്നെയാണ് MS സൊല്യൂഷൻ പറയുന്നത്. അത്രയേറെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് MS സൊല്യൂഷൻ വിദ്യാർത്ഥികളെ സമീപിക്കുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിരവധി വിദ്യാർത്ഥികളാണ് ഇപ്പോഴും MS സൊല്യൂഷൻ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ചോദ്യപേപ്പർ ലഭിക്കുന്നതിനായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സോഷ്യൽ സയൻസ് ആയിരുന്നു പരീക്ഷ. ഈ സോഷ്യൽ സയൻസിന്റെ ചോദ്യോത്തരങ്ങളാണ് ഇത്തരത്തിൽ ഈ വാട്സപ്പ് ഗ്രൂപ്പ് വഴി നൽകിയിരിക്കുന്നത്. അത് 199 രൂപ ഗൂഗിൾ പേ വഴി ചെയ്തു കൊടുത്താൽ ഒരു PDF ലഭിക്കും. ആ PDF-ലാണ് ഇത്തരത്തിൽ ചോദ്യങ്ങൾ നൽകുന്നത് എന്നുള്ളതായിരുന്നു ഈ MS സൊല്യൂഷന്റെ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് A+ ഷുവർ ആണ് എന്നുള്ള തരത്തിലേക്ക് MS സൊല്യൂഷൻ നീങ്ങുന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഷുഹൈബിന് പിന്നാലെ മറ്റു വലിയൊരു കണ്ണികൾ ഈ ഒരു സംഭവത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായി അല്ലെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളതും. അതോടൊപ്പം തന്നെ ക്രൈംബ്രാഞ്ച് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വീണ്ടും ഒരു പ്രഡിക്ഷനുമായി അല്ലെങ്കിൽ ഒരു വാഗ്ദാനവുമായാണ് MS സൊല്യൂഷൻ എത്തിയതെങ്കിൽ ഇത്തവണ ക്രൈംബ്രാഞ്ച് കേസുകൾ കൂടുതൽ കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഷുഹൈബിനെ ചോദ്യം ചെയ്ത സമയത്ത് ഷുഹൈബ് പറഞ്ഞിരുന്ന ഒരു കാര്യം, MS സൊല്യൂഷൻ മാത്രമല്ല, MS സൊല്യൂഷൻ കേന്ദ്രീകരിച്ചല്ലാതെ മറ്റ് സ്വകാര്യ ട്യൂഷൻ സെന്ററുകൾ അടക്കം കേന്ദ്രീകരിച്ചും അന്വേഷണം വ്യാപിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളതടക്കം ഷുഹൈബ് നേരത്തെ തന്നെ മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് തന്നെയായിരുന്നു ഷുഹൈബിന്റെ അഭിഭാഷകനും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. ഇവയ്ക്കെതിരെ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എന്നുള്ള കാര്യം ഷുഹൈബും അതുപോലെ തന്നെ അഭിഭാഷകരടക്കം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ചിന്റെ അടുത്ത ഘട്ടം ഇത്തരത്തിലുള്ള സ്വകാര്യ ട്യൂഷൻ സെന്ററുകളുമായി ബന്ധപ്പെട്ടായിരിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. പക്ഷേ ഇന്ന് ഈ പ്യൂണുമായുള്ളൊരു തെളിവെടുപ്പ് നടക്കുന്നതിനോടൊപ്പം ഈ ഇരുവരുടെയും മൊഴിയെടുപ്പും ഇതിനോടകം നടക്കും. ഇതിന്റെ എല്ലാ പശ്ചാത്തലത്തിലായിരിക്കും ഇനിയുള്ള നടപടികൾ ഉണ്ടാവുക. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ ഈ ആദ്യം അറസ്റ്റിലായ ഫഹദ്, ജിഷ്ണു, ഈ 2 അധ്യാപകരെയും നേരത്തെ അറസ്റ്റ് ചെയ്യുകയും അതോടൊപ്പം മൊഴിയെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ തന്നെ ഈ ഫഹദിനെയും ജിഷ്ണുവിനെയും ഈ പ്യൂണും ഫഹദും തമ്മിൽ നേരത്തെ പരിചയമുള്ളവരായിരുന്നു. ഫഹദ് ഈ മേൽമുറി എയ്ഡഡ് സ്ഥാപനത്തിലെ അധ്യാപകരായിരുന്നു. ഈ ഫഹദും അതുപോലെ തന്നെ എയ്ഡഡ് സ്ഥാപനത്തിലെ പ്യൂണും തമ്മിൽ നേരത്തെ പരിചയമുണ്ടായിരുന്നു. ഈ പ്യൂൺ അബ്ദുൾ നാസറാണ് ഫഹദിന് ഇത്തരത്തിൽ ക്വസ്റ്റ്യൻ പേപ്പർ നൽകിയത് എന്ന് നേരത്തെ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫഹദിനെയും ഈ പ്യൂൺ അബ്ദുൾ നാസറിനെയും ഷുഹൈബിനെയും 3 പേരെയും ഇന്ന് ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും ക്രൈംബ്രാഞ്ച്. ഈ ഒരു മൊഴിയും അതുപോലെ തന്നെ തെളിവെടുപ്പും ഇന്ന് സ്കൂളിലെത്തി തെളിവെടുപ്പ് നടക്കുന്നുണ്ട്. ഈ തെളിവെടുപ്പിന്റെ പശ്ചാത്തലത്തിലായിരിക്കും ക്രൈംബ്രാഞ്ച് ഇനി അടുത്ത നീക്കം തുടങ്ങുക. അതൊരു പക്ഷേ ഇത്തരത്തിലുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിൽ ഈ സ്വകാര്യ ട്യൂഷൻ സെന്ററുകളിലും കേന്ദ്രീകരിച്ചായിരിക്കും ഇനിയുള്ള അന്വേഷണങ്ങൾ നടത്തുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ആദ്ര ശരി, ചോദ്യപേപ്പർ ചോർച്ചയിൽ ഇന്നും തെളിവെടുപ്പ് നടക്കും. 4-ാം പ്രതി അബ്ദുൾ നാസറുമായാണ് തെളിവെടുപ്പ് നടത്തുക. വിവരങ്ങൾ നൽകുകയായിരുന്നു അഭിന പി ചിറക്കൽ.